ദൈവദൂത കൂട്ടത്തിൽ സ്നേഹിതരെ കാണാമങ്ങു എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിനോടെ പാർക്കും നമ്മളെല്ലാം എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിനോടെ പാർക്കും നമ്മളെല്ലാം പതിക്കിൽ വാഴുന്നു. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാരും കേൾക്കുന്നു. നമ്മുടെ BBS റാലിക്ക് പോവാ. ഞാനിത് ആദ്യമായിട്ടാണ് VBSന് അറ്റൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനാണ് ഞാൻ വന്നത്. പിള്ളേരുടെ കൂട്ടത്തില് പഠിക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ഞാനും വന്നത്. ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റി, ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആദ്യത്തെ VBS ആയതുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ലല്ലോ, ഇങ്ങനെയാ അങ്ങനെയാന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ VBSന്റെ റാലിയിലുള്ള പരിപാടികൾ സെറ്റ് ആയിക്കൊണ്ടിരിക്കുക. ഞങ്ങളിപ്പോൾ വിടും. തിരുവല്ല വെസ്റ്റ് UPS 2026 ആണ്ടിലെ BBSന്റെ സമാപന ദിവസമായി ഇന്ന് നടത്തുന്ന ഈ റാലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നു. എല്ലാവിധ അനുഗ്രഹ ആശീർവാദങ്ങളും റാലിയിലും ദൈവം നൽകി എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നും നാളെയും കത്തും ഉണ്ടടാ തള്ളടാ ചാവുകടലിൽ തള്ളടാ ജയ് ജയ് VBS. ആരാ കരയുന്നേ? ആരാ കരയുന്നേ? അവനാ സാത്താന. അവനാ സാത്താന. എന്താ സാത്താനെ കരയുന്നേ? എന്താ സാത്താനെ കരയുന്നേ? കുട്ടികളെല്ലാം യേശുവിലായി. കുട്ടികളെല്ലാം യേശുവിലായി. കുട്ടികളെല്ലാം യേശുവിലായി. കുട്ടികളെല്ലാം യേശുവിലായി. ജയ് ജയ് VBS. ജയ് ജയ് VBS. ജയ് ജയ് യേശുക്രിസ്തു. ജയ് ജയ് യേശുക്രിസ്തു. കാൽവരി ക്രൂശിൽ കൊളുത്തിയ ദീപം. കാൽവരി ക്രൂശിൽ കൊളുത്തിയ ദീപം. നൂറ്റാണ്ടുകളായി കത്തും ദീപം. നൂറ്റാണ്ടുകളായി കത്തും ദീപം. സാത്താനെ കൂട്ടരെ മതിലിരുത്തി ഉന്തടാ തള്ളടാ ഉന്തടാ തള്ളടാ. ജയ് ജയ് യേശുക്രിസ്തു. ജയ് യേശുക്രിസ്തു. ജയ് ജയ് യേശുക്രിസ്തു. ആരാ കരയുന്നേ? ആരാ കരയുന്നേ? അവനാ സാത്താന. എന്താ സാത്താനെ കരയുന്നേ? കുട്ടികളെല്ലാം യേശുവിനായി. കുട്ടികളെല്ലാം യേശുവിനായി. ജയ് ജയ് VBS. ജയ് ജയ് VBS. ഉറക്കെ വിളിക്കേ. ജയ് ജയ് VBS ഉറക്കെ വിളിക്കേ. ജയ് ജയ് VBS. പവർ വരട്ടാ. ഇതാണോ പവർ?
ആത്മാവിനെ സഹായിച്ച എല്ലാ കുടുംബങ്ങൾക്കായി സ്തോത്രം. കഴിഞ്ഞ ദിവസമൊക്കെ പങ്കെടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകമായി ദൈവദൂത കൂട്ടത്തിൽ സ്നേഹിതരെ കാണാനങ്ങു എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിനോടെ പാർക്കും നമ്മളെല്ലാം എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം പതിക്കിൽ വാഴുന്നു ആയത്രയുംഗമെന്നുപോ കേൾക്കുന്നു വിശുദ്ധന്മാരുടെ സംസർഗം പടാത്ത കിരീടം അങ്ങു എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം ഈ സ്വർഗരാജ്യമാകുമൻ വ്യക്തമാകുമൻ ആത്മാവെന്നിരിപ്പാൻ കാക്ഷിക്കുന്നു എന്നങ്ങു എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കുന്നു. നമ്മുടെ പ്രിയങ്കരനായ ജോവാഷ് ജോബിൻ, നമ്മുടെ പ്രിയങ്കരനായ ജോവാഷ് ജോബിൻ സന്ദേശം BBS നിന്ന് ഊർജം ഉൾക്കൊണ്ട് വിദേശ നിവാസികളോട് അറിയിക്കുന്നതായിരിക്കും. അതിനായിട്ട് ജോബിനെ ക്ഷണിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ 4 ദിവസങ്ങളായിട്ട് ഞങ്ങളുടെ BBS നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഈ 5ാമത്തെ ദിവസം നേപ്പാൾ തലപ്പീട് ജംഗ്ഷനിൽ സംസാരിക്കാൻ അവസരം കിട്ടിയതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട അങ്കിൾമാരെ, ആന്റിമാരെ, ചേട്ടന്മാരെ, ചേച്ചിമാരെ, കുറച്ച് നിമിഷം ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാമിലായിട്ട് നിങ്ങളുടെ അറ്റൻഷൻ തിരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. നാം എല്ലാവരും സ്നേഹം തേടുന്നവരാണ്. നമ്മുടെ കൂട്ടുകാരിൽ നിന്ന്, നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന്, നമ്മുടെ സഹോദരങ്ങളിൽ നിന്ന് നാം സ്നേഹം തേടുന്നു. എന്നാൽ ചിലപ്പോഴൊക്കെയും ഈ സ്നേഹം മാറിപ്പോകുന്നു. എന്നാൽ ഒരിക്കലും മാറാത്ത ഒരു സ്നേഹമുണ്ട്. അതാണ് ദൈവസ്നേഹം. ബൈബിൾ ഇങ്ങനെ പറയുന്നു, ദൈവം സ്നേഹം തന്നെയാകുന്നു. വേറൊരു വാക്യത്തിൽ പറയുന്നു, ദൈവം ലോകത്തെ സ്നേഹിച്ചു, ദൈവം ലോകത്തെ സ്നേഹിച്ച് തന്റെ ഏകജാതനെ പുത്രനെ ലോകത്തേക്ക് നൽകിയിരിക്കുന്നു. അതെ, യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ അടയാളമായിട്ടാണ് യേശുക്രിസ്തു 2000 വർഷം മുമ്പ് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും പാപികളാണ്, നാം എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്. എന്നാൽ യേശു ലോകത്തേക്ക് വന്ന് നമ്മളെ കുറ്റപ്പെടുത്താനല്ല, മരിച്ച് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ബൈബിളിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെ നിങ്ങൾ എന്റെ അടുത്ത് വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇത് യേശു പറഞ്ഞൊരു വാക്യമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് ഒരു ആശ്വാസം ലഭിക്കും. ഭയമുള്ളവർക്ക് യേശു ധൈര്യം കൊടുക്കും. ഒറ്റപ്പെട്ടിരിക്കുന്നവർക്ക് യേശു കൂട്ടായ്മ നൽകും. രോഗികളെ യേശു സൗഖ്യമാക്കും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കുറെ മാറ്റങ്ങൾ കൊണ്ടുവരും. ഈ ഒരു VBS റാലിയുടെ മെസ്സേജ് വളരെ ലളിതമാണ്. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ആ സ്നേഹം നമുക്ക് സ്വീകരിക്കാം, അത് മറ്റുള്ളവർക്ക് പങ്കുവെക്കാം. ഈ ഒരു നാൾ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. വളരെ ജീവിതം മാറ്റിമറിക്കാനും, അല്ലേ, ദേശത്ത് സമാധാനം ഉണ്ടാകാനും, ഭവനങ്ങളിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകാനും, ഈ തലമുറകൾ നമ്മുടെ രാജ്യത്തിന് മുതൽക്കൂട്ടാകുവാനും ഇടയാകുന്ന വിധത്തിലുള്ള ഒരു മെസ്സേജ് കൃത്യമായി ലളിതമായ ഭാഷയിൽ ചുരുങ്ങിയ സമയത്തിൽ അവതരിപ്പിച്ച ജോവാഷ് ജോബിനോടുള്ള നന്ദി കരഘോഷത്തോടെ നമുക്ക് നൽകാമല്ലോ. ഈ മെസ്സേജ് ദേശത്തിന് വേണ്ടി അനുഗ്രഹമാകട്ടെ. യേശുവിനെ പോലെ നാം ജീവിക്കണം, ഗുണപാഠങ്ങളെല്ലാം പാലിക്കണം. യേശുവിനെ പോലെ നാം ജീവിക്കണം, ഗുണപാഠങ്ങളെല്ലാം പാലിക്കണം. തിന്മയെ ഉപേക്ഷിച്ച് നന്മ അന്വേഷിച്ച് നല്ലവരായെന്നും മാറാം. തിന്മയെ ഉപേക്ഷിച്ച് നന്മ അന്വേഷിച്ച് നല്ലവരായെന്നും മാറാം. കൂട്ട നന്മയാ ലോകം നിറയ്ക്കാം.
ഫ്ലാഗ് പൊക്കി പിടിക്കേ ആട്ട് ലോകം നിറയ്ക്കാം ലല്ല ലാ ലല്ല ലാ കൊടി ലല്ല ലാ
നിങ്ങളുടെ സന്തോഷം ഇവിടെ ഗാനങ്ങളിൽ കൂടെ, മുദ്രാവാക്യങ്ങളിൽ കൂടെ നമ്മുടെ വിശ്വാസവും നമ്മുടെ സ്നേഹവും നമ്മുടെ പ്രത്യാശയും ഈ ചന്തക്കവലയോട് അറിയിപ്പാൻ ഇടയാക്കിയല്ലോ. നിങ്ങളെ സഹായിക്കട്ടെ. പ്രാർത്ഥിച്ച് ആശീർവാദത്തോടെ നാം സഭാഹോളിലേക്ക് പോവുകയാണ്. അതിനായിട്ട് യുഡിഎഫിന്റെ ട്രസ്റ്റിയായി സേവനമനുഷ്ഠിക്കുന്ന റോയ്സ് പ്രാർത്ഥിക്കുകയും പെരിങ്ങര വേങ്ങൽ IPC സഭാ ശുശ്രൂഷകൻ കർത്താവിന് വിലപ്പെട്ട ദാസൻ ബിനോയ് പാഷ് ആശീർവാദം പറയും. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പ്രാർത്ഥനയ്ക്കായിട്ടും ആശീർവാദം പറയുവാനും ദൈവഭക്തന്മാരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. ഈ 4 ദിവസത്തോളം കർത്താവെ ഞങ്ങൾക്ക് യൂഎസ്ആയി കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, സ്വാമികളെ, യേശുക്രിസ്തു രോഗികളെ, യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ വീണ്ടും വരുന്ന യേശുകർത്താവിനെ എതിരേൽപ്പാൻ, വീണ്ടും വരുന്ന യേശുകർത്താവിനെ എതിരേൽപ്പാൻ, വീണ്ടും വരുന്ന യേശുകർത്താവിനെ എതിരേൽപ്പാൻ ഓരോ യേശു മസീഹി, ഓരോ യേശു മസീഹി, യേശു മസീഹി. മോനെ ഇങ്ങോട്ട് നാറ് നടക്കണം, കുഞ്ഞ് സൈഡിലോട്ട് നടക്കണം. ദൈവസ്നേഹം വന്നാലേ ബൈബിൾ നമ്മുടെ ആയുധമാണ്.
വല്ലഭനീ കോട്ട വല്ലഭനീ ശൈലം വല്ലഭനീ കോട്ട വല്ലഭനീ ശൈലം നിന്റെ കൈകളിൽ